ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആനി. ഞാനിന്ന് വന്നിരിക്കുന്നത് കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് നിറം അകറ്റാനുള്ള കുറച്ച് ടിപ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. ഇത് പലരും ദിവസവും എന്നോണം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കണ്ണിന് താഴെയുള്ള ചർമ്മം വളരെ തിന്നാണ് മറ്റു ബോഡി പാർട്ടുകളെ അപേക്ഷിച്ച്. ഇപ്പോൾ കണ്ണിന് ചുറ്റും കറുപ്പ് പുരുഷന്മാരിലും സ്ത്രീകളിലും ഒരുപോലെ കാണുന്നൊരു പ്രശ്നമാണ്. ഇതിൻ്റെ പല കാരണങ്ങളാണ് പറയുന്നത്. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം, അതുപോലെ മേക്കപ്പ് പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കുന്നത് മൂലമുള്ള അലർജി, നമ്മുടെ ശരീരത്തിൽ അയണിൻ്റെ കുറവ് മൂലവും ഇതുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചീര, കരൾ, പൈനാപ്പിൾ ഇതൊക്കെ ഇങ്ങനെയുള്ളവർ കഴിക്കുകയാണെങ്കിൽ അയണിൻ്റെ കുറവ് പരിഹരിക്കാൻ സാധിക്കും. ഈ പ്രശ്നവും അതോടൊപ്പം പരിഹരിക്കാൻ കഴിയും. 6 മണിക്കൂറെങ്കിലും നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നത് സ്കിന്നിന് വളരെയേറെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ്. കണ്ണിന് ചുറ്റും അമോണിയ ഉള്ള യാതൊരു പ്രോഡക്റ്റുകളും, അതായത് സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഒന്നും ഉപയോഗിക്കരുത്. ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നാച്ചുറലായിട്ട് എന്തൊക്കെ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ന്യൂ സ്കിൻ സെല്ലിനെ ബിൽഡ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒന്നാണ് പാല്. ഇതിലുള്ള വൈറ്റമിൻ B12 ചർമ്മത്തെ പ്രകൃതിദത്തമായിട്ട് വെളുപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി ഒരല്പം പാലിൽ കുറച്ച് കോട്ടൺ എടുത്ത് മുക്കിയ ശേഷം ഈ കണ്ണിന് ചുറ്റുമുള്ള ആ കറുപ്പുള്ള ഭാഗത്ത് 20 മിനിറ്റ് വെച്ച് ഇരിക്കുക. അപ്പോൾ അത് കണ്ണിന് നല്ല ഒരു കുളിർമയും അതേപോലെ തന്നെ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതിനും സഹായകരമായിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാം. ആഴ്ചയിൽ 3 തവണയെങ്കിലും ഇത് ഇങ്ങനെ പ്രശ്നമുള്ളവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് കാച്ചാത്ത പച്ചപ്പാൽ വെള്ളം ചേർക്കാത്തതാണെങ്കിലാണ് റിസൾട്ട് കിട്ടാനായിട്ട് ഏറ്റവും എളുപ്പം. നമ്മൾ വെള്ളം ചേർത്ത പാലൊക്കെ ആണെങ്കിൽ അത്രയും എഫക്റ്റീവ് ആയിരിക്കില്ല, അതുകൂടി ശ്രദ്ധിക്കണം. സെൻസിറ്റീവ് ചർമ്മമാണ് നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമുള്ള ഭാഗം. കാര്യം പല ടൈപ്പ് സ്കിൻ ഉണ്ടെങ്കിലും ഡ്രൈ സ്കിൻ, നോർമൽ സ്കിൻ, സെൻസിറ്റീവ് സ്കിൻ അങ്ങനെയൊക്കെ ഇല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് കണ്ണിന് ചുറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വിശേഷപ്പെട്ട ഒന്നാണ് റോസ് വാട്ടർ. അപ്പോൾ പാലും അതേപോലെ റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ട് പുരട്ടുന്നതും ഗുണം നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ മറ്റൊന്ന് പുതിനയില അല്ലെങ്കിൽ മിൻറ്റ്. ഇത് നമുക്ക് വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ കീടനാശിനിയൊന്നും അടിക്കാത്ത മിൻറ്റ് നമുക്ക് പറിച്ചെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് പുതിനയില ബെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന് ചുറ്റും പുരട്ടാനായിട്ട് മിൻറ്റ് ലീവ്സ് നമ്മൾ അരച്ചെടുത്തിട്ട് അതിൻ്റെ നീര് പുരട്ടുന്നത് നല്ലതാണ്. ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യം ഇത് ഉപയോഗിക്കുക. ഇത് പതിവായിട്ട് പുരട്ടിയാൽ കണ്ണിന് ചുറ്റും തെളിഞ്ഞു നിൽക്കുന്ന ബ്ലഡ് വെസൽസിൻ്റെ ഡാർക്ക് ഷെയ്ഡൊക്കെ മാറി നല്ല ബ്രൈറ്റ്നസ് കൈവരുന്നതാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒന്നാണ് വെളിച്ചെണ്ണ. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്, എല്ലാവർക്കും അറിയാം. കണ്ണിന് ചുറ്റും വെളിച്ചെണ്ണ പുരട്ടുന്നത് ശീലമാക്കുക. വെളിച്ചെണ്ണയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ശുദ്ധമായ വെളിച്ചെണ്ണ വേണം ഇതിനായിട്ട് ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിസൾട്ട് അത്ര എളുപ്പത്തിൽ കിട്ടില്ല. ഉരുക്ക് വെളിച്ചെണ്ണ വീട്ടിലുണ്ടാക്കാൻ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് തരാം. കുറച്ച് മതി നമുക്ക് ഈ കണ്ണിൻ്റെ ചുറ്റുമൊക്കെ പുരട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കുറച്ച് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ദീർഘനാൾ അത് നമുക്ക് ഉപയോഗിക്കാം. ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ബദാം ഓയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റു ഫേസ് പാക്കുകളോ അല്ലെങ്കിൽ ക്രീമുകളോ ഒന്നും കണ്ണിനടിയിൽ അപ്ലൈ ചെയ്യരുത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്ക്രബ് മുഖത്തിടുന്നവർ കണ്ണിനടിയിൽ ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 3 മാസം ഈ ഒരു രീതിയിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ പഴങ്ങളും പച്ചക്കറികളും കഴിക്കാത്ത ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഡെയിലി അതുകൂടി ഉൾപ്പെടുത്തുക. തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.